തമിഴ്നാട് സ്റ്റൈൽ ഇടിച്ചക്ക കുറുമ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. ഇന്ന് സൂപ്പറായിട്ട് ഒരു ഇടിച്ചക്ക കുറുമ വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ ഇടിച്ചക്കേനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇടിച്ചക്ക നമ്മൾ ഒരുപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടിച്ചക്ക നമ്മൾ നന്നായി വാഷ് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മുങ്ങുന്ന വരെ ഫുള്ളാവുന്ന വരെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ കുക്കറിൽ 2 വിസിൽ വെച്ച് വേവിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ വയ്ക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു പേസ്റ്റ് അരയ്ക്കാം. അതിന് ഞാൻ 1/4 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് പൊട്ടിക്കടല, 3 പച്ചമുളക്, പിന്നെ പെരുംജീരകം കുറച്ച്, കസ്കസ് കുറച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്ത് വയ്ക്കാം. ഒരു കടായി എടുക്കാം. അല്ല 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ 2 ബിരിയാണി ഇല, 2 പട്ട, 2 ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഇങ്ങനെ നീല ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ട്രാൻസ്പെറൻറ്റ് കളർ വരണവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അടുത്ത് 2 തക്കാളി ഞാൻ നല്ല അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തക്കാളി പ്യൂരി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ഗ്രേവി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊന്ന് 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളകിൻ്റെ പൊടി 1/2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ല മണം ഉണ്ടാവും. ഒന്നുകൂടി നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഇടിച്ചക്ക ഉണ്ടല്ലോ, അതിൽ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇടിച്ചക്ക മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാത്രം ഒന്നുകൂടി കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതൊന്ന് നല്ല മിക്സാക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആൾറെഡി തന്നെ ഈ ഇടിച്ചക്ക നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇടാൻ. ഈ കുറുമ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച വെള്ളമുണ്ട്, അപ്പോൾ അതും ഒന്നുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വെള്ളം മതിയെങ്കിൽ ഓക്കെ, അല്ല ഇച്ചിരി കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല കോംബോ ആണ്. നമുക്ക് എല്ലാത്തിനും നല്ല ചേർച്ചയാണ്. റൈസ് വിത്ത് ഇടിച്ചക്ക കുറുമ അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി എല്ലാവരും സൂപ്പർ ചേർച്ചയാണ്. ഇനി ഒന്ന് നമുക്ക് അടപ്പ് വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് വയ്ക്കാം. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്താൽ മതി. എന്നുവെച്ചാൽ നമുക്ക് ഇടിച്ചക്ക ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് അതിൽ അബ്സർവ് ആവും, ഉപ്പൊക്കെ അബ്സർവ് ആവും. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കണം പോലെ എനിക്ക് തോന്നുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ കുറച്ച് മല്ലി ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. ടടാൻ! തമിഴ്നാട് സ്റ്റൈൽ ഇടിച്ചക്ക കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനോടും നല്ല ചേർച്ചയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.